ഈ ഒരു വീഡിയോയിൽ ടേബിളിൽ അഗ്രിഗേഷൻസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതായത് സം, മിനിമം, മീൻ, മീഡിയൻ തുടങ്ങിയത് എങ്ങനെയാണ് ഈ ടേബിളിൽ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി കഴിഞ്ഞ വീഡിയോയിൽ ക്രിയേറ്റ് ചെയ്ത അതേ സെയിം ടേബിളാണ് ഇവിടെയും ഞാൻ ഉപയോഗിക്കുന്നത്. ക്രിയേറ്റ് ചെയ്ത ടേബിളിലെ വാല്യൂ സെക്ഷനിൽ നിന്നും ന്യൂമറിക്കൽ കോളത്തിൻ്റെ ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് അഗ്രിഗേഷൻ ഓപ്പറേഷൻസ് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ആവശ്യമായ അഗ്രിഗേഷൻ ഏതാണോ അത് ചൂസ് ചെയ്യാവുന്നതാണ്. ബൈ ഡിഫോൾട്ട് ഇത് സം ആയിരിക്കും. ഞാനിവിടെ ആവറേജ് ചൂസ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ആവശ്യമായതനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ ചൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ആവറേജ് ചൂസ് ചെയ്തു. പ്രോഫിറ്റിലെ ആവറേജ് ഏറ്റവും കൂടുതൽ ഏതാണെന്ന് നോക്കാൻ വേണ്ടി ഞാൻ കോളം ഹെഡർ ക്ലിക്ക് ചെയ്ത് ഡിസെൻഡിങ് ഓർഡറിലാക്കിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കോപ്പിയേഴ്സാണ് ഏറ്റവും കൂടുതൽ ആവറേജ് ഉള്ള സബ് കാറ്റഗറി. ഞാനിവിടെ വാല്യൂ സെക്ഷനിലേക്ക് പ്രോഫിറ്റ് ഒന്നുകൂടി ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ ലാസ്റ്റിലായി പ്രോഫിറ്റ് എന്നുള്ള കോളം ഒന്നും കൂടി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു കോളം ബൈ ഡിഫോൾട്ട് സം ആയിരിക്കും. അതായത് ലെഫ്റ്റിലുള്ളത് ആവറേജ് ഓഫ് പ്രോഫിറ്റും അതുപോലെ തന്നെ റൈറ്റിലുള്ളത് സം ഓഫ് പ്രോഫിറ്റും. ആ ഒരു കോളത്തിൻ്റെ ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും താഴെയുള്ള ഓപ്ഷനായ ഷോ വാല്യൂ ആസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിന് ശേഷം പെർസെൻറ്റ് ഓഫ് ഗ്രാൻഡ് ടോട്ടൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് റൈറ്റ് സൈഡിലെ കോളം ഓരോ സബ് കാറ്റഗറിയുടെയും പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജിനനുസരിച്ച് മാറിയതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ഡിസെൻഡിങ് ഓർഡറിലാക്കാൻ വേണ്ടി ഞാൻ കോളം ഹെഡർ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ടോട്ടൽ പ്രോഫിറ്റിൻ്റെ ഏറ്റവും കൂടുതൽ ഭാഗം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കോപ്പിയേഴ്സാണ്. ദാറ്റ് ഈസ് 19.42%. ഇത് സ്ക്രോൾ ഡൗൺ ചെയ്താൽ നിങ്ങൾക്ക് നെഗറ്റീവ് വാല്യൂസും കാണാൻ സാധിക്കും. അതായത് പ്രോഫിറ്റ് ഇല്ല എന്നുള്ളതാണ് ഈ നെഗറ്റീവ് വാല്യൂസ് ഇവിടെ നിങ്ങൾക്ക് സൂചിപ്പിക്കുന്നത്. അതായത് ഈ സെയിൽസൊക്കെ നഷ്ടത്തിലാണ്. ഇങ്ങനെയാണ് പവർ ബി ഐ ടേബിളിൻ്റെ അഗ്രിഗേഷൻ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്.